ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, അതായത് ഇതുവരെയായിട്ടും ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല, ഇനി ഇവിടെ നിന്ന് ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ LDC ക്ലിയർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ LDCനകത്തുള്ള ഇംഗ്ലീഷ് അത്യാവശ്യം സെറ്റാക്കാൻ പറ്റുമോ എന്നൊക്കെ പലരും എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിത് കാണണം എന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ള ഏരിയാസ് ഞാൻ പറയാം. അതിലത്തെ ഫസ്റ്റ് വൺ ആണ് കോൺകോഡ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് കേട്ടോ. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് റൂൾസുകളൊക്കെയാണ് പഠിക്കാനുള്ളത്. ഒരു 10-24 റൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് റൂൾസുകൾ നിങ്ങൾ ഓരോ ദിവസം ഒരു 3-4 റൂൾ വീതം പഠിച്ചു പോവാം. പിന്നെ നോക്കേണ്ട അടുത്ത ടോപ്പിക് ആക്റ്റീവ് പാസീവ്. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഇല്ലാത്തപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പൊ ആക്റ്റീവ് പാസീവ് വോയിസ് നോക്കുക. അതും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. പിന്നെ പിന്നെ നോക്കേണ്ടതാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, അതേപോലെ നാലാമത്തെ ടോപ്പിക് ഇഫ് കണ്ടീഷൻ. ഓക്കെ, ഈ 4 ടോപ്പിക് നിങ്ങൾ ആദ്യം പഠിച്ചൊന്ന് സെറ്റ് ആവുക. ഓക്കെ, അപ്പൊ പഠിക്കുമ്പോൾ കോൺകോഡ് ആദ്യം പഠിക്കുക. കോൺകോഡിനകത്തുള്ള ഞാൻ പറഞ്ഞില്ലേ റൂൾസുകളൊക്കെ ഒന്ന് പഠിക്കുക. ഓരോ ദിവസം ഒരു 2-3 റൂളുകൾ വീതമൊക്കെ ഒന്ന് പഠിച്ചു പോവാം. പിന്നെ ആക്റ്റീവ് പാസീവ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇത് രണ്ടും പറ്റിയെങ്കിലും ഒന്ന് എന്താ പറയാ കമ്പയർ ചെയ്ത് പഠിക്കാം. അതായത് ആക്റ്റീവ് പാസീവിനകത്ത് ടെൻസ് മാറില്ല എന്ന് പറയും. ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോഴും പാസീവിനെ ആക്റ്റീവിലേക്ക് ആക്കുമ്പോഴും ടെൻസ് മാറില്ല. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിനകത്ത് റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ ടെൻസ് മാറ്റാറുണ്ട്. അല്ലാത്ത കേസുകൾ മാറ്റാറില്ല. ഞാനിപ്പോ വെറുതെ വേഗമായിട്ട് പറഞ്ഞു പോവാട്ടോ. ഇപ്പൊ ഇതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോസ് എടുത്ത് കാണാം. എന്തായാലും ആക്റ്റീവ് പാസീവും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചും എല്ലാവരും പഠിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നോക്കേണ്ട പോർഷൻ ഇഫ് കണ്ടീഷൻ. ഇഫ് കണ്ടീഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇതിൽ നിങ്ങൾ ഒരു 4 സെന്റൻസുകൾ പഠിച്ചാൽ മതി. അതിലെ 3 ഇഫ് കണ്ടീഷന്റെ 3 സെന്റൻസുകൾ അല്ലെ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്, ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. അതിന്റെ കൂടെ തന്നെ 4ാമത്തെ സെന്റൻസ് ആയിട്ടുള്ള സീറോ കണ്ടീഷൻ. അതെന്താ പറയുന്നത്? അതായത് ട്രൂത്ത് അല്ലെങ്കിൽ ഫാക്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റൻസ് വേണം യൂസ് ചെയ്യാൻ അല്ലെ. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽസ്. ഇറ്റ് മെൽസ് ആണ്. അപ്പോൾ ഇഫ് യു ഹീറ്റ് ഐസ്, ഹീറ്റ് എന്ന് പറയുമ്പോൾ V1 ആണ്. നമ്മളിവിടെ ഇറ്റ് വിൽ മെൽറ്റ് എന്നല്ല പറയാം, ഇറ്റ് മെൽസ് ആണ്. കാരണം ട്രൂത്ത് അല്ലെങ്കിൽ ഫാക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അവിടെ സിമ്പിൾ പ്രസന്റൻസ് യൂസ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഇഫ് കണ്ടീഷനിൽ പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷ് തീരെ അറിയാത്ത ആൾക്കാർ, ഇതുവരെയായിട്ടും പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു 4 ടോപ്പിക് വെച്ചിട്ട് തുടങ്ങുക. അല്ലെങ്കിൽ ഈ ഒരു 4 ടോപ്പിക് എന്തായാലും നിങ്ങൾ എക്സാമിന് മുമ്പ് കവർ ചെയ്യണം. ഓക്കെ, പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വേഗം തന്നെ പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഫുൾ എഫേർട്ട് ഒന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇത് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യണം. ഇംഗ്ലീഷിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കും നിങ്ങൾ ഇങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്തു പോവുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. അപ്പൊ അതിൽ ചിലപ്പോൾ നിങ്ങൾ കോൺകോഡിന്റെയും ആക്റ്റീവ് പാസീവും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചും ഇഫ് കണ്ടീഷനൊക്കെ ക്വസ്റ്റ്യൻസ് കാണും. അപ്പൊ അതൊക്കെ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിന്റെ ഒരു 15 ക്വസ്റ്റ്യൻസ് വീതം കൂടുതൽ ചെയ്ത് പ്രാക്ടീസ് ആക്കി പോവാട്ടോ. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഇംഗ്ലീഷ് വേഗം നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്തു പോവാ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ ഞാനിവിടെ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തേക്കാം. സോൾവ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ കണ്ടിട്ടുള്ള ആൾക്കാർ നിങ്ങൾ കാണണം എന്നില്ല. പുതിയതായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ ഗ്രാമറിന്റെ പോർഷൻ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇത്രയെങ്കിലും മിനിമം നിങ്ങൾ കവർ ചെയ്യണം. ബാക്കിയുള്ള നോക്കണ്ടെന്നല്ല. ഇതിൽ തീരെ അറിയാത്ത ആൾക്കാർ നിങ്ങൾ ആദ്യം നോക്കേണ്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇഫ് യു ഹാഡ് ടോൾഡ് ദ ട്രൂത്ത് ദേ ഡാഷ് യു. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇഫ് യു ഹാഡ് ടോൾഡ് ദ ട്രൂത്ത് ദേ ഡാഷ് യു. നല്ലപോലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹാഡ് ഉണ്ട്, പിന്നെ V3 ഫോം ഓഫ് ദി വെർബും ഉണ്ട്. ഇപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഹാവും V3 ഉണ്ടാവും അല്ലെ. ഹാവും V3 ഉണ്ടാവും പ്ലസ് വുഡ് ഉണ്ടാവും. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇഫ് യു ഹാഡ് ടോൾഡ് ദ ട്രൂത്ത് ദേ വുഡ് ഹാവ് ബിലീവ്ഡ്. ഹാഡ് പ്ലസ് V3, ഇപ്പുറത്തെ സൈഡിൽ ഹാവ് പ്ലസ് V3. മറക്കല്ലേ കേട്ടോ, ഫ്രണ്ടിൽ വുഡും. ഇനി അടുത്ത ചോദ്യം. നൈദർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഹോം എവറി വീക്ക്. എന്തായിരിക്കും ആൻസർ വരിക? നൈദർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ്. നൈദർ നോർ വരുമ്പോൾ നമ്മൾ ആരെയെ നോക്കണ്ടേ? രണ്ടാമത്തെ സബ്ജക്റ്റിനെ നോക്കണം അല്ലെ. അപ്പൊ ഹിസ് ഫ്രണ്ട്സ് ആണ്, ശരിയല്ലേ? ഓക്കെ, അപ്പോ രണ്ടാമത്തെ സബ്ജക്ട് ഹിസ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ എന്തായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക? നൈദർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ്
ഗോ ഹോം എവറി വീക്ക് അല്ലെ, എല്ലാ വീക്കും നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഒരു ഹാബിച്വൽ ആക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ പ്രസന്റൻസ് ആണ് അല്ലെ. അപ്പോൾ ഗോയാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്തത് പ്രപ്പോസിഷൻ എന്നുള്ള ഒരു ചോദ്യമാണ്. ഹി ഈസ് സീനിയർ ഡാഷ് മീൻ കോളേജ്. അപ്പൊ സീനിയറിന്റെ കൂടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ സീനിയർ, ജൂനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ഇതിന്റെ ഒക്കെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ടു ആണ് കേട്ടോ. സീനിയർ ടു എന്നാ പറയാ. അപ്പൊ നമ്മൾ പ്രപ്പോസിഷന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓർക്കാം. ഈ സീനിയർ ആണെങ്കിലും ജൂനിയർ ആണെങ്കിലും ഒക്കെ നമ്മൾ +2 നമ്മൾ പറയാ അല്ലെ മെയിൻ ആയിട്ട്. അപ്പോ സീനിയർ 2 ആയിട്ടൊക്കെ ഒന്ന് ഓർക്കാം കേട്ടോ. നമ്മുടെ +2 ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. സീനിയർ, ജൂനിയർ, പിന്നെ അവിടെ തന്നെ ഇൻഫീരിയർ കോംപ്ലക്സും ഒക്കെ വരുന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ ഇൻഫീരിയർ, സുപ്പീരിയർ, അതിന്റെ ഒക്കെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ. അടുത്തത് എവ്രി വൺ പാസ്ഡ് ദി എക്സാമിനേഷൻ. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്? എവ്രി വൺ പാസ്ഡ് ആണ് അല്ലെ. അപ്പൊ ഈ കൊടുത്തിട്ടുള്ള ഭാഗം പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് വരണം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് നമ്മുടെ കഷ്ടകാലത്തിനെല്ലാം നെഗറ്റീവ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇ ഡി ഉണ്ടെങ്കിൽ എന്താ നമ്മൾ പറയാ? ഡിഡ് ചേർത്ത് പറയും അല്ലെ, ഡിഡ്. ഇനി അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു നോട്ടും കൂടെ ചേർത്തു. അപ്പൊ ഡിഡിന്റെ ആയി. എവ്രി വൺ വരികയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന പ്രോനൗൺ എന്താ? ദേ ആണ് അല്ലെ. അപ്പൊ ഡിഡിൻ ദേ ആണ് നമ്മുടെ ആൻസർ. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഇനി അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ഓണസ്റ്റ് മാൻ ഇസ് ദി നോബിളസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. ഇവിടെ എച്ച് സൈലന്റ് ആണ് അല്ലെ, ഓണസ്റ്റ് എന്നാണ് പറയാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരിക? നമ്മുടെ ആൻസർ ആൻ ഓണസ്റ്റ് മാൻ അല്ലെ. ഓക്കെ, അടുത്തത് ഐ സോ എ ഡാഷ് ഓഫ് ബീസ്. ഐ സോ എ ഡാഷ് ഓഫ് ബീസ്. ആൻസർ സ്വാം ആണ് അല്ലെ. സ്വാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബീസ്, ഫ്ലൈസ്, അതേപോലെ തന്നെ റാറ്റ്സ്, ഇതിനൊക്കെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്വാം ആണ് അല്ലെ. സ്വാം. അപ്പോ റാറ്റ്സ് ചത്ത് കഴിയുമ്പോൾ അതിന് ചുറ്റിനും ബീസും ഫ്ലൈസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ റാറ്റ്സ്, ഫ്ലൈസ്, ബീസ്, അതിന് കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്വാം ആണ്. അപ്പൊ സ്വിം ചെയ്തിട്ടാണ് ചത്തയെന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. സ്വാം എന്നുള്ളത് ഓർത്തു വെക്കാം. അടുത്തത് ചൂസ് ദി കറക്റ്റ് സിനോണിം ഫോർ വേറി. വേറിയുടെ സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്ട് അതേ മീനിങ് വരുന്ന വാക്ക് ഏതാണ്? വേറി. വേറി എന്ന് പറഞ്ഞാൽ വളരെ ടയേർഡ് ആയിട്ടുള്ള അല്ലെ, ക്ഷീണിതനായിട്ടുള്ള. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി. ഇനി 68th വൺ. സെലക്ട് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്നാണ് ചോദ്യം. ഹാൻഡ് കർചീഫ് അല്ലെ. ആൻസർ എന്താ? ഓപ്ഷൻ സി, ഹാൻഡ് കർ ചീഫ്. ചീഫ് CHIEF കേട്ടോ. ഹാൻഡ് കർ ചീഫ് ആണ്. ഓക്കെ, ഓക്കെ, അടുത്ത ചോദ്യം. സെലക്ട് ദി സ്യൂട്ടബിൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ആൻ എബിലിറ്റി ടു മേക്ക് ഗുഡ് ജഡ്ജ്മെന്റ്സ് ആൻഡ് ടേക്ക് ക്വിക്ക് ഡിസിഷൻസ്. നല്ല ജഡ്ജ്മെന്റ്സ് എടുക്കാനുള്ള ഒരു എബിലിറ്റി, അതിനെ നമ്മൾ എന്താണ് പറയാ? ദാറ്റ് ഇസ് നോൺ ആസ് എക്യുമെൻ കേട്ടോ. പഠിച്ചു വെച്ചേക്കണേ, എക്യുമെൻ. ഓക്കെ, ചില മെൻ നല്ല എബിലിറ്റി അല്ലെങ്കിൽ ചില മെൻ നല്ല ജഡ്ജ്മെന്റ് ഒക്കെ എടുക്കും, പെട്ടെന്ന് തന്നെ എടുക്കും എന്നൊക്കെ ഓർത്തു വെക്കാം. എക്യുമെൻ. ഇനി എക്വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ വിടുക അല്ലെ. എക്വിറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ വിടുക എന്നുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ, അതിന്റെ കൂടെയുള്ള വാക്കുകളും കൂടെ പഠിച്ചു പോവാ കേട്ടോ. ഇനി എക്കോർഡ് എന്ന് പറഞ്ഞാല് അനുവദിക്കുക കേട്ടോ. എക്കോർഡ് ചെയ്യുക, എഗ്രി ചെയ്യുക. എക്കോർഡ് സമ്മതം കൊടുക്കുക എന്നൊക്കെ മീനിങ് ആണ് എക്കോർഡ്. എക്യൂസ് ചെയ്യാന്ന് പറഞ്ഞാലോ, എക്യൂസ് ചെയ്യുക. എക്യൂസ് ചെയ്യാന്ന് പറഞ്ഞാല് കുറ്റപ്പെടുത്തുക അല്ലെ. കുറ്റപ്പെടുത്തുക. ഇനി അടുത്ത ചോദ്യം, ലാസ്റ്റ് വൺ. വൈൽ വാക്കിംഗ് ഇൻ ദി പാർക്ക് ഐ ഡാഷ് ആൻ ഓൾഡ് ഫ്രണ്ട്. വൈൽ വാക്കിംഗ് ഇൻ ദി പാർക്ക് ഐ കെയിം അക്രോസ് an ഓൾഡ് ഫ്രണ്ട് അല്ലെ. കെയിം അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് വരുന്നത്? മീറ്റ് ആക്സിഡന്റലി. മീറ്റ് ആക്സിഡന്റലി കേട്ടോ. മീറ്റ് ആക്സിഡന്റലി ആണ് കെയിം അക്രോസ്. അപ്പോ ജസ്റ്റ് ഓർക്കാം, നമ്മളിങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്യണ സമയത്ത് ഒരു ആക്സിഡന്റലി ഒരു ഫ്രണ്ടിനെ കണ്ടു എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ കെയിം അക്രോസ്, മീറ്റ് ആക്സിഡന്റലി. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തീർന്നു. അപ്പൊ ഇതിൽ 10ൽ 10 കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദേ ഹാവ് കട്ട് ഓൾ ടെലിഫോൺ വയേഴ്സ്. ഓക്കെ, ദ പാസീവ് വോയിസ് ഓഫ് ദി എബവ് സെന്റൻസ്. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് ആക്റ്റീവ് വോയിസ് ആണ്. ഇതിനെ പാസീവ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദേ ഹാവ് ഓൾ ടെലിഫോൺ വയേഴ്സ്. അപ്പൊ ആക്റ്റീവ് പാസീവിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോഴും പാസീവിനെ ആക്റ്റീവിലേക്ക് ആക്കുമ്പോഴും ടെൻസിന് മാറാൻ പാടില്ല അല്ലെ. ടെൻസ് മാറാൻ പാടില്ല. പിന്നെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ചേഞ്ച് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. ദേ ഹാവ് കട്ട്. എന്താ അവർ കട്ട് ചെയ്തേ? ഓൾ ടെലിഫോൺ വയേഴ്സ് അല്ലെ.
അപ്പൊ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ? ഓൾ ടെലിഫോൺ വയേഴ്സ്. അപ്പൊ ഇത് വേണം നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരാൻ. ശരിയല്ലേ? അപ്പൊ നോക്കുക, എങ്ങനെയാ ഓൾ ടെലിഫോൺ വയേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ഒരു ബീനും കൂടെ ചേർത്ത് പറയും അല്ലെ? പിന്നെ V3 ഫോം ആണ് വന്നിട്ടുള്ളത്. സോ നമ്മുടെ ആൻസർ എന്താ? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, ഓൾ ടെലിഫോൺ വയേഴ്സ് ഹാവ് ബീൻ കട്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ. എല്ലാവരും ശരിയാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ടെൻസ് മാറാൻ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം, ദ ഇഡിയം എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ? എന്താണ്? എ സഡൻ ആൻഡ് അൺഎക്സ്പെക്ടഡ് ഈവന്റ് ഓർ ന്യൂസ്. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒന്നിനെയാണ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയാം. പെട്ടെന്ന് ഒരു ബോൾട്ട് വീഴ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്ന് ഓർക്കാം കേട്ടോ. എ സഡൻ ആൻഡ് അൺഎക്സ്പെക്ടഡ് ഈവന്റ് ഓർ ന്യൂസ്. അടുത്തത്, ദ ബിൽഡിംഗ് ഇസ് ഡാഷ് ദി റിവർ. ദ ബിൽഡിംഗ് ഇസ് ബിസൈഡ് ദ റിവർ ആണ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിലാണ്, അരികിൽ. അപ്പൊ ബിൽഡിംഗ് റിവറിന്റെ അരികിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ അഡീഷൻ ടു അല്ലെ? ബിസൈഡ്സ് എന്ന് പറഞ്ഞാല് ഇൻ അഡീഷൻ ടു. ഓക്കെ, അപ്പൊ ഒരു എസ് എക്സ്ട്രാ വന്നിട്ടില്ലേ? അപ്പൊ അഡീഷൻ ടു എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ, തമ്മിൽ മാറിപ്പോരുത്. അടുത്തത് 64th വൺ, ദ ആംഗ്രി പാസഞ്ചേഴ്സ് ഹെൽഡ് അപ്പ് ദി ബസ്. ഇവിടെ ഹെൽഡ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹെൽഡ് അപ്പ്, ആംഗ്രി പാസഞ്ചേഴ്സ് ബസ് ഹോൾഡ് അപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പിടിച്ചു നിർത്തിയേക്കാണ്, ആ ഒരു രീതിയിൽ മീനിങ് വരുന്നത്. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇറ്റ്സ് ഓപ്ഷൻ ഡി, ദ ആംഗ്രി പാസഞ്ചേഴ്സ് സ്റ്റോപ്ഡ് ദി ബസ് അല്ലെ? ബൈ ത്രെറ്റ്സ് ആണ്. ഇറ്റ്സ് ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി ഭീഷണിപ്പെടുത്തി വണ്ടി നിർത്തി എന്നുള്ള മീനിങ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഹെൽഡ് അപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ പ്രിൻസിപ്പൽ അലോങ് വിത്ത് സ്റ്റാഫ് ഡാഷ് ഗോയിങ് ഓൺ എ ടൂർ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് വെർബ്. അപ്പൊ അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ഇൻ അഡീഷൻ ടു, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ആരെയും നോക്കണ്ടേ? ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കണം അല്ലെ? ഫസ്റ്റ് സബ്ജക്ട് എന്താ? ദ പ്രിൻസിപ്പൽ. ദ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? എസ് ആണ്. ദ പ്രിൻസിപ്പൽ അലോങ് വിത്ത് സ്റ്റാഫ് ഇസ് ഗോയിങ് ഓൺ എ ടൂർ. അടുത്ത ചോദ്യം, ഷീ ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി പ്ലെയർ. എന്തായിരിക്കും ആൻസർ വരിക? യൂണിവേഴ്സിറ്റി ആണ്, യാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ് അല്ലെ? അപ്പൊ ഷീ ഈസ് എ യൂണിവേഴ്സിറ്റി പ്ലെയർ. അല്ലാതെ യു കണ്ടിട്ട് വേഗം തന്നെ ആൻ എഴുതി വെച്ചേക്കരുത്. എപ്പോഴും നമ്മൾ നോക്കേണ്ട അതിന്റെ പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് ആണ് കേട്ടോ. അപ്പൊ എ ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, ഇഫ് യു ഡാഷ് വിത്ത് മീ ഐ വുഡ് ഷോ യു ദ ഹൗസ്. ഓക്കെ, ഇഫ് യു ഡാഷ് വിത്ത് മീ ഐ വുഡ് ഷോ. അപ്പൊ വുഡ് ഉണ്ട്, അതിനുശേഷം എന്താ വന്നിട്ടുള്ളത്? V1 ഫോം ഓഫ് ദി വെർബാണ്, വുഡ് ഷോ. അപ്പൊ ഇവിടെ എന്ത് വരണം? V2 ഫോം വരണം അല്ലെ? V2 ഫോം എന്ന് പറഞ്ഞാൽ ഏത് ആൻസർ ആയിട്ട് വരിക? കം, കെയിം, കം. അപ്പൊ V2 ഫോം ഏതാ? കെയിം ആണ്. ഇഫ് യു കെയിം വിത്ത് മീ ഐ വുഡ് ഷോ യു ദി ഹൗസ്. അപ്പോൾ നമ്മൾ ഇഫ് കണ്ടീഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. ഷുവർ ആയിട്ട് നിങ്ങൾക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ കിട്ടുന്നതാണ്. അപ്പൊ അതിലത്തെ 3 സെന്റൻസുകൾ എല്ലാവരും പഠിച്ചു വെച്ചേക്കാം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ സീറോ കണ്ടീഷനും കൂടെ നോക്കാൻ മറക്കണ്ട കേട്ടോ. അടുത്ത് നോക്കാം, സിനണിം ഓഫ് മസ്റ്റർ. മസ്റ്ററിന്റെ സിനണിം എന്താ വരുന്നത്? ഗ്യാദർ ചെയ്യുക അല്ലെ? കൂടിച്ചേരുക എന്നൊക്കെ മീനിങ് ആണ് വരുന്നത്. മസ്റ്റർ, ഗ്യാദർ. എ പ്ലേസ് വേർ വൈൽഡ് ആനിമൽസ് ലിവ്. വന്യമൃഗങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ എന്താണ് പറയാ? നെസ്റ്റ് എന്ന് പറയുമോ? അത് കിളിക്കൂടാണ് അല്ലെ? അപ്പൊ അതല്ല. പിന്നെ കെനൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡോഗ്സിന്റെ താമസിക്കുന്നതിനാണ് നമ്മൾ കെനൽ പറയാം. അപ്പൊ ഡോഗിനെ നമ്മൾ വൈൽഡ് ആനിമൽ ആയിട്ടല്ല പറയുന്നത് അല്ലെ? അപ്പൊ കെനൽ അല്ല. പിന്നെ LIAR ഉണ്ട്, ലയർ. ലയർ എന്ന് പറഞ്ഞാൽ എന്താ? നുണ പറയുന്ന ആളെ നമ്മൾ ലയർ എന്ന് പറയും. അപ്പൊ അതുമല്ല, ലെയർ ആണ് അല്ലെ? ലെയർ, LAIR ആണ് കേട്ടോ. വൈൽഡ് ആനിമൽസ് താമസിക്കുന്നത് നമ്മൾ പറയുന്നത് ലെയർ. ഒരു ലെയർ ആയിട്ടൊക്കെയാണ് താമസിക്കണേ എന്നൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കാം. അടുത്ത ചോദ്യം, ദ ആന്റണിം ഓഫ് ഇമ്പൾസീവ്. ഇമ്പൾസീവിന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്പൾസീവ് എന്ന് പറഞ്ഞാൽ എന്താ? എടുത്തു ചാടി ചെയ്യുക അല്ലെ? ഇമ്പൾസീവ് ആയിട്ടുള്ള നേച്ചർ എന്നൊക്കെ പറയില്ലേ, എടുത്തുചാട്ടം. അപ്പോ അതിന്റെ ആന്റണിം ചോദിക്കുകയാണെങ്കിൽ അത് ഓപ്പോസിറ്റ് ആണ്. എടുത്തുചാട്ടമൊന്നും ഇല്ലാത്തത് കോഷ്യസ് ആയിട്ട് അല്ലെ? വളരെ ശ്രദ്ധിച്ച് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യാം, ഇതാണ് കോഷ്യസ്. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി ആന്റണിം ഓഫ് ദി വേർഡ് പ്ലെയിൻറ്റീവ്. പ്ലെയിൻറ്റീവിന്റെ ആന്റണിം ആണ് ചോദ്യം. ഓക്കെ, പ്ലെയിൻറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്ലെയിൻറ്റീവ് വളരെ വിഷമിച്ചിട്ടുള്ള, സാഡ് ആയിട്ടുള്ള എന്നുള്ള മീനിങ് ആണ് പ്ലെയിൻറ്റീവ്.
അത് ആലോചിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഓർക്കാം. പ്ലെയിൻ ടി വി എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. പ്ലെയിൻ ടി വി, നമ്മുടെ ടി വിയിൽ അങ്ങനെ ചാനലൊന്നും കിട്ടുന്നില്ല, ജസ്റ്റ് പ്ലെയിൻ ടി വി ആണെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും എന്നൊക്കെ ഓർത്ത് വെക്കാം. അപ്പൊ പ്ലെയിൻ ടി വി എന്ന് പറഞ്ഞാൽ സാഡ് ആണ്. ഇതിന്റെ ആന്റണിമാണ് ചോദിച്ചിട്ടുള്ളത്, ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും? വളരെ ഹാപ്പി ആയിട്ടുള്ള അല്ലെ. അപ്പൊ ഡിലൈറ്റഡ് ആണ് നമ്മുടെ ആൻസർ, ഡിലൈറ്റഡ് കേട്ടോ. ഇനി നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സാഡ് ഉണ്ട്, ഡോൾഫുൾ. ഡോൾഫുൾ എന്ന് പറഞ്ഞാലും വിഷമിച്ചിരിക്കുന്ന എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ, ദുഃഖിതനായിട്ടുള്ള. ഡിജക്റ്റഡ് എന്ന് പറഞ്ഞാലും അതേ മീനിങ് ആണ് വരുന്നത്. ഡോൾഫുൾ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡോളോ ഓർക്കാം അല്ലെ, മെഡിസിൻ ഡോളോ. അതൊക്കെ കഴിക്കണത് നമ്മൾ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അസുഖമൊക്കെ വരുമ്പോഴല്ലേ. അപ്പൊ നമുക്ക് സാഡുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ചോദ്യം, പിക്ക് ദി സിനോണിം ഓഫ് ഡിലിജൻസ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഡിലിജൻസിന്റെ സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിലിജൻസ് എന്ന് പറഞ്ഞാല് ശുഷ്കാന്തിയാണ്, ശുഷ്കാന്തി. അപ്പോ അതിന്റെ സിനോണിം ആയിട്ട് വരുന്ന വാക്ക് ഏതാണ്? അത് അസിഡ്യൂറ്റി ആണ് കേട്ടോ. അസിഡ്യൂറ്റി. അസിഡ്യൂറ്റി എന്ന് പറഞ്ഞാൽ ഉത്സാഹമാണ്, നല്ല ഉത്സാഹമുള്ള എന്നുള്ള മീനിങ് വരുന്നതാണ് അസിഡ്യൂറ്റി. നമുക്ക് വേണമെങ്കിൽ ആസിഡ് ആയിട്ടൊക്കെ ഒന്ന് ഓർക്കാം അല്ലെ. നമ്മൾ ലാബിൽ ആസിഡ് വെച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ ഓരോ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഉത്സാഹമൊക്കെ ആയിരിക്കും അല്ലെ, അതിന്റെ റിസൾട്ട് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അസിഡ്യൂറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഉത്സാഹമുള്ള കേട്ടോ. അതേ മീനിങ് ആണ് ഡിലിജൻസ്, ഡിലിജൻസ്, ശുഷ്കാന്തി. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദി പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻ പോർഷൻ ഓഫ് ദി സെന്റൻസ് ഗിവൺ ബിലോ. ഐ വിൽ ഡൈ ബിഫോർ ഐ ഈൽഡ്. ഇവിടെ ഐഡന്റിഫൈ ദി പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻ പോർഷൻ കേട്ടോ. അപ്പൊ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള പോർഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആഡ്വർബ് ആണോ, ആഡ്വർബ് ഫ്രേസ് ആണോ, ആഡ്വർബ് ക്ലോസ് ആണോ, അഡ്ജക്റ്റീവ് ആണോ എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഓരോന്ന് ജസ്റ്റ് നോക്കാം. ഈ ബിഫോർ ഐ ഈൽഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോ ആഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താ? ആഡ്വർബ് എന്ന് പറഞ്ഞാൽ വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയാം. അതേപോലെ തന്നെ അഡ്ജക്റ്റീവിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് നമ്മൾ ആഡ്വർബ് എന്ന് പറയും. പിന്നെ ആഡ്വർബിനെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നിനെ നമ്മൾ ആഡ്വർബ് എന്ന് പറയും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ തൽക്കാലം മനസ്സിലാക്കുക, ആഡ്വർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡാണ് ആഡ്വർബ്. ഓക്കെ. ഇനി ആഡ്വർബ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? ആഡ്വർബ് ഫ്രേസും ഉണ്ട്, ആഡ്വർബ് ക്ലോസും ഉണ്ട്. അപ്പോ ഈ ക്ലോസ് എന്ന് പറഞ്ഞാല് അതിനകത്ത് സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ടാവും. മനസ്സിലായോ? സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉള്ള ഒന്നിനെയാണ് നമ്മൾ ക്ലോസ് പറയാം. ഫ്രേസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെർബ് ഉണ്ടാവണം എന്നില്ല. ഓക്കെ. അപ്പോ ഇനി നമുക്ക് നോക്കാം. ഐ വിൽ ഡൈ ബിഫോർ ഐ ഈൽഡ്. ഐ വിൽ ഡൈ. ഈ ഡൈ എന്ന് പറയുന്നത് എന്താ? ഒരു ക്രിയയാണ് അല്ലെ. അപ്പൊ ഈ ഡൈനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്? ബിഫോർ ഐ ഈൽഡ്. ഓക്കെ. ബിഫോർ ഐ ഈൽഡ്. എപ്പം മരിക്കും? ബിഫോർ ഐ ഈൽഡ്. അപ്പോൾ ഈ പറഞ്ഞുള്ള വെർബിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വാക്കായതുകൊണ്ട് തന്നെ, ഒരു വാക്കല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയതുകൊണ്ട് തന്നെ, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണെങ്കിൽ നമ്മൾ ആഡ്വർബ് എന്ന് പറയില്ല അല്ലെ. ഒന്നല്ലെങ്കിൽ ആഡ്വർബ് ഫ്രേസ് അല്ലെങ്കിൽ ആഡ്വർബ് ക്ലോസ് ആണ്. ഓക്കെ. ഇനി നോക്കാം. ഇവിടെ ഒരു സബ്ജക്റ്റും ഉണ്ട്, അതേപോലെ തന്നെ വെർബും ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? അത് ആഡ്വർബ് ക്ലോസ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഡൈനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന വാക്കാണ് ഈ കൊടുത്തിട്ടുള്ള അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്ക് കേട്ടോ, ബിഫോർ ഐ ഈൽഡ്. അപ്പൊ അതെന്തായിരിക്കും? അത് ആഡ്വർബ് ക്ലോസ് ആണ്. ഓക്കെ. മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഇനി ആഡ്വർബ് ഫ്രേസിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഐ വിൽ കം ഇൻ ദ മോർണിംഗ്. ഓക്കെ. ഐ വിൽ കം ഇൻ ദ മോർണിംഗ്. അപ്പോ ഈ കൊടുത്തിട്ടുള്ള ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആഡ്വർബ് ഫ്രേസ് ആണ്. അതെങ്ങനെ മനസ്സിലായി? ഈ വിൽ കമ്മിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ക്രിയനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. പക്ഷെ ഇതിനകത്ത് വെർബ് ഉണ്ടോ? ഇൻ ദ മോർണിംഗ് എന്നല്ലേ കൊടുത്തിട്ടുള്ളൂ. അപ്പോ വെർബ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആഡ്വർബ് ഫ്രേസിന് എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ക്ലോസ് ആണെങ്കിൽ സബ്ജക്റ്റ് വെർബ് ഉണ്ട്, ഫ്രേസ് ആണെങ്കിൽ വെർബ് ഉണ്ടാവണം എന്നില്ല കേട്ടോ. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, സ്പോട്ട് ദി എറർ ഇൻ ദി ഫോളോയിങ് സെന്റൻസ്. 100 rupees ആർ നോട്ട് എ ബിഗ് സം ഓഫ് മണി ഫോർ ദി സ്റ്റുഡൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം റുപ്പീസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആൻഡ് ടൈം, അതിനൊക്കെ ശേഷം നമ്മൾ സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ അല്ലെ. അപ്പൊ 100 rupees ആർ എന്നല്ല പറയാ, 100 rupees ഇസ് എന്ന് വേണം പറയാൻ. സോ നമ്മുടെ ആൻസർ ഇട്ട് ഇസ് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, 65th വൺ. പിക്ക് ദി ഇൻകറക്റ്റ് ഫോം ഓഫ് ദി സെന്റൻസ് ഗിവൺ ബിലോ ഫ്രം ദി ഓപ്ഷൻസ്. രാമു സെഡ് ടു ഹിസ് ബ്രദർ, വേർ ആർ യു ഗോയിങ്. ഓക്കെ. അപ്പൊ ഇതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കണം കേട്ടോ. രാമു സെഡ് ടു ഹിസ് ബ്രദർ, വേർ ആർ യു ഗോയിങ്. അപ്പൊ ഡയറക്ട് സ്പീച്ചിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ, ഡയറക്ട് സ്പീച്ചിൽ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആയിരിക്കില്ല അല്ലെ. നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്, സ്റ്റേറ്റ്മെന്റ് ഫോം ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് ഫോം എന്ന് പറഞ്ഞാൽ ആദ്യം സബ്ജക്റ്റ് വരണം, അതിനുശേഷം വേണം ഓക്സിലറി വെർബ് വരാൻ. ഓക്കെ. ഇനി ഇവിടെ എന്തായാലും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് കൊടുത്തിട്ടുള്ളത്.
ഇപ്പൊ എന്തായാലും ടെൻസ് മാറും അല്ലെ. വേർ ആർ യു ഗോയിങ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നുള്ളത് എന്തായിട്ട് മാറും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉള്ള ഓപ്ഷൻസ് നോക്കാം കേട്ടോ. ഇപ്പൊ ഇവിടെ ഹി വാസ് ഗോയിങ് ഉണ്ട്, പിന്നെ വാസ് ഹി ഗോയിങ് ഉണ്ട്. വേർ ഹി എന്ന് നമ്മൾ പറയില്ല, കാരണം ഹി സിംഗുലർ അല്ലേ, അപ്പൊ അതിന്റെ കൂടെ വേർ പറയില്ല. അപ്പൊ ഇതെടുത്ത് മാറ്റാം. പിന്നെ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, അതും പറ്റില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ആദ്യം സബ്ജക്റ്റ് വരണം, അതിനുശേഷം വേണം ഓക്സിലറി വെർബ് വരാൻ. അപ്പൊ ഈ രണ്ട് കേസ് നോക്കുകയാണെങ്കിൽ, ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നോക്കുകയാണെങ്കിൽ ആദ്യം സബ്ജക്റ്റ് വന്നിട്ടുള്ളത് ഏത് കേസിലാ? ഓപ്ഷൻ എയിലാണ് അല്ലെ. ഹി, അതിനുശേഷമാണ് ഓക്സിലറി വെർബ് ആയിട്ടുള്ള വാസ് വന്നിട്ടുള്ളത്. സെക്കൻഡ് കേസ് നോക്കിയേ, ആദ്യം ഓക്സിലറി വെർബ് ആയിട്ടുള്ള വാസ് അല്ലേ വന്നിട്ടുള്ളേ. അപ്പൊ അത് പറ്റുമോ? ഇല്ല. സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ എ. എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഇതിന്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാം കേട്ടോ. ഇനി പിക്ക് ദ പാസീവ് ഫോം ഓഫ് ദി സെന്റൻസ് ഗിവൺ ബിലോ ഫ്രം ദി ഓപ്ഷൻസ്. ദേ വർ ബീറ്റിംഗ് ദി ബോയ്. അപ്പൊ ഇതിനെ പാസീവ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പാസീവിൽ നമുക്കറിയാം എപ്പോഴും V3 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും വരിക അല്ലെ. അതേപോലെ തന്നെ ദേ വർ ബീറ്റിംഗ് ദി ബോയ്. ഇവിടെ ING ഉണ്ടെങ്കിൽ പാസീവിൽ എന്തായാലും ബീയിങ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടാവും. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇതേപോലെയൊക്കെ എലിമിനേഷൻ മെത്തേഡൊക്കെ നമുക്ക് പറ്റും കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. ഇനി നോക്കാം, ദ ബോയ് വാസ് ആണോ ദ ബോയ് വേർ ആണോ? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ അല്ലെ. ദ ബോയ് വാസ് ബീയിങ് ബീറ്റൺ ബൈ ദം. കിട്ടുന്നുണ്ടോ? ഓക്കെ അല്ലെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ, അടുത്ത ചോദ്യം, പിക്ക് ദി പ്ലൂറൽ ഫോം ഓഫ് ദി വേർഡ് ഇൻഡെക്സ്. ഇൻഡെക്സിന്റെ പ്ലൂറൽ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞേ. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. ഇൻഡെക്സസ് എന്ന് പറയും. അതേപോലെ തന്നെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഒന്നും കൂടെ പറയുക, ഇൻഡിസസ്, ഇൻഡിസസ് എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ചോദ്യം, ലെറ്റ്സ് മീറ്റ് ഡാഷ് ദി തിയേറ്റർ. ലെറ്റ്സ് മീറ്റ് അറ്റ് ദി തിയേറ്റർ. എക്സാക്ട് ആയിട്ട് പറയല്ലേ ഇന്ന സ്ഥലത്താണെന്ന് അല്ലെ. അപ്പൊ ഇങ്ങനെ എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യം, ഡാഷ് മീൻസ് ടു എക്സാമിൻ വൺസ് ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. എന്തായിരിക്കും? നമ്മൾ തന്നെ നമ്മുടെ കഴിവുകളും കഴിവുകേടുകളും നമ്മുടെ തോട്ട്സും ഒക്കെ നമ്മളിങ്ങനെ എക്സാമിൻ ചെയ്യുക, നമ്മൾ തന്നെ മനസ്സിലാക്കുക. ഇതിനെന്താ പറയാ? അതിനെ പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ. എന്താ പറയാ? ഇൻട്രോസ്പെക്ഷൻ. ഓക്കെ. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഊഹം ആണ് കേട്ടോ. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഊഹിക്കുക അല്ലെങ്കിൽ ഊഹം എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിസ് ഫേസ് വാസ് ഡാഷ് ആഫ്റ്റർ ദ സ്ട്രീറ്റ് ഫൈറ്റ്. എന്തായിരിക്കും ആൻസർ? ആൻസർ വരുന്നത് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ് അല്ലെ. ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ? പേരിൽ തന്നെ നമുക്ക് കിട്ടും കരിനീലച്ചിരിക്കുക അല്ലെ. കരിനീലച്ചിരിക്കുക. ഒരു ഇടി അല്ലെങ്കിൽ ഒരു ചതവൊക്കെ കിട്ടി കഴിയുമ്പോഴായിരിക്കും കരിനീലച്ചിരിക്കുക അല്ലെ. അപ്പൊ ഹിസ് ഫേസ് വാസ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആഫ്റ്റർ ദി സ്ട്രീറ്റ് ഫൈറ്റ് കേട്ടോ. അപ്പൊ വേണമെങ്കിൽ ഇതിനൊരു വാക്ക് പഠിച്ചു വെച്ചോളൂ, ബ്രൂയിസ്ഡ് എന്ന് പറയും. ബ്രൂയിസ്ഡ്. ബ്രൂയിസ്ഡ് എന്ന് പറഞ്ഞാൽ ചതവാണ്. അപ്പോൾ നമ്മൾ ബ്രൂസ്ലീനൊക്കെ വേണമെങ്കിൽ ഓർത്താൽ മതി. അപ്പൊ നമുക്ക് ഇടിയും ചതവായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് വൺ, ഐ ബോട്ട് എ പെൻ ഡാഷ് പെൻ റൈറ്റ്സ് വെൽ. എന്തായിരിക്കും ആൻസർ വരിക? എല്ലാവരും ഒന്ന് ഗസ് ചെയ്യൂ കേട്ടോ. ഐ ബോട്ട് എ പെൻ ഡാഷ് പെൻ റൈറ്റ്സ് വെൽ. ആൻസർ ദയാണ് അല്ലെ. ഐ ബോട്ട് എ പെൻ. പിന്നെ ആ പെന്നിനെ കുറിച്ചാണ് വീണ്ടും വിശേഷിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, കോൺകോർഡിൽ നിന്നുള്ളൊരു ചോദ്യമാണ്, ദ പ്രിൻസിപ്പൽ അലോങ് വിത്ത് സ്റ്റാഫ് ഡാഷ് ഗോയിങ് ഫോർ എ പിക്നിക്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? എലോങ് വിത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ. എലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ഇൻ അഡീഷൻ ടു, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കണം. ശരിയല്ലേ? അപ്പൊ ഫസ്റ്റ് സബ്ജക്ട് ഏതാ? പ്രിൻസിപ്പിൾ ആണ് അല്ലെ. അപ്പൊ പ്രിൻസിപ്പിൾ സിംഗുലർ ആയതുകൊണ്ട് തന്നെ എന്താ യൂസ് ചെയ്യുക? ഇസ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ. ആർ എന്ന് പറയുന്ന പ്ലൂരില്, വേറെ പ്ലൂരില്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ ബട്ട് ടുഡേ ഐ ഡാഷ് കോഫി. ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ. ഓക്കെ. സാധാരണ ഞാൻ ടീ ആണ് കുടിക്കാറുള്ളത്. ബട്ട് ടുഡേ ഐ ഡാഷ് കോഫി. അപ്പൊ സാധാരണ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യം നടക്കുകയാണെങ്കിൽ ആ വ്യത്യസ്തമായിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും. ഓക്കെ. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഐയുടെ കൂടെ നമ്മൾ ആം കൂട്ടിയിട്ട് പറയാം അല്ലെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ. അപ്പൊ ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ ബട്ട് ടുഡേ ഐ ആം ഡ്രിങ്കിങ് കോഫി. ഓക്കെ ആണല്ലോ. എല്ലാവർക്കും കിട്ടുന്നില്ലേ? അടുത്ത ചോദ്യം, ദിസ് ഹൗസ് ഇസ് ഡാഷ് ദാൻ മൈ ഹൗസ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദിസ് ഹൗസ് ഇസ് ഡാഷ് ദാൻ മൈ ഹൗസ്. ഇവിടെ ഒരു ദാൻ ഉണ്ട് അല്ലെ. ഈ ദാന് കാണുമ്പോൾ നമുക്കറിയാം അവിടെ നമ്മൾ കമ്പാരിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള അറിയാം അല്ലെ. അപ്പൊ ഏത് ആൻസർ ആയിട്ട് വരിക? ദിസ് ഹൗസ് ഇസ് ബിഗർ ദാൻ മൈ ഹൗസ്. കിട്ടിയോ? നെക്സ്റ്റ് വൺ, ഡോക്ടർ കലാം വാസ് ബോൺ ഡാഷ് 1931.
ഒരു പെർട്ടിക്കുലർ വർഷത്തിലാണ് ജനിച്ചേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏത് പ്രപ്പോസിഷനാ യൂസ് ചെയ്യുക? നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇന്നാണ് അല്ലെ. ഡോക്ടർ കലാം വാസ് ബോൺ ഇൻ 1931. അടുത്ത ചോദ്യം 86th വൺ ആണ് കേട്ടോ. വൺ ഓഫ് ഹിസ് ഡാഷ് സ്റ്റഡിങ് ഇൻ മുംബൈ. ഓക്കെ, വൺ ഓഫ് ഹിസ് ഡാഷ് സ്റ്റഡിങ് ഇൻ മുംബൈ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? വൺ ഓഫിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുള്ള കോഡാണ് എന്താ? ഓപ്പൺ ആൻഡ് സേവ് അല്ലെ. ഓപ്പൺ സേവ്. അപ്പൊ വൺ ഓഫ് ദിക്ക് ശേഷം പ്ലൂരൽ നൗൺ. പ്ലൂരൽ നൗൺ എന്ന് പറയുമ്പോൾ സൺസ് ആണ് വരിക അല്ലെ. വൺ ഓഫ് ഹിസ് സൺസ് ഇസ് സ്റ്റഡിങ് ഇൻ മുംബൈ. ഓക്കെ, സിംഗുലർ വെർബാണ് കേട്ടോ. പ്ലൂരൽ നൗണും സിംഗുലർ വെർബും. ഓക്കെ, അടുത്തത് ഹീ റാൻ ഡാഷ്. ഹീ റാൻ എങ്ങനെയാ? ഹീ റാൻ ഡാഷ്. ഇവിടെ എന്താ പറയാ, റാനിനെ കുറിച്ചാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് ഓട്ടത്തെ കുറിച്ചാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും വരേണ്ടത്? ഈ റാൻ എന്ന് പറയുന്ന വെർബാണ്, ഒരു ക്രിയയാണ്. അപ്പൊ അതിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന വാക്കാണെങ്കിൽ ആഡ്വർബ് വരണം അല്ലെ. അപ്പൊ ആഡ്വർബ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റ്ലി അല്ല കേട്ടോ. ഫാസ്റ്റ്ലി എന്നുള്ളൊരു യൂസേജ് ഇല്ല, നമ്മൾ പറയില്ല. പകരം ഫാസ്റ്റ് എന്ന് വേണം പറയാൻ. നമ്മൾ മിക്കവാറും ആഡ്വർബ് എന്നൊക്കെ പറയുമ്പോൾ LY കൂട്ടിയിട്ടാണ് നമ്മൾ പറയാറ്. പക്ഷെ അതിലും കുറച്ച് എക്സെപ്ഷൻ കേസ് ഉണ്ട് കേട്ടോ. അതിൽ വരുന്ന ഒരാളാണ് നമ്മുടെ ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹീ റാൻ ഫാസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ദ മീനിങ് ഓഫ് ഹാർമണി. മീനിങ് ഓഫ് ഹാർമണി എന്താ പറയാവോ? ഹാർമണി എന്ന് പറഞ്ഞാല് യെസ്, എഗ്രിമെന്റ് ആണ്. ഒരു എഗ്രിമെന്റ് എന്നുള്ളൊരു മീനിങ് ആണ് ഹാർമണി. ഓക്കെ, കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. മീനിങ് ഓഫ് ഹാർമണി ഇറ്റ് ഇസ് എഗ്രിമെന്റ്. അടുത്ത് നോക്കാം, സിനോണിം ഓഫ് സീസ്. സീസിന്റെ സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. സീസിന്റെ അതേ മീനിങ് വരുന്ന വാക്ക് ഏതാ? സീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം വരുന്നേ? പിടിച്ചെടുക്കുക അല്ലെ. ക്യാച്ച് ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പൊ സ്പീസിന്റെ സ്പെല്ലിംഗ് നോക്കുക. എന്താ സീസിന്റെ സ്പെല്ലിംഗ്? SCIZD ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ആന്റണിം ഓഫ് സീസ്. അപ്പൊ ഈ സീസിന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്, ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ സീസ് എന്ന് പറഞ്ഞാൽ എന്താ? സീസ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ് സീസ് വരുന്നത്. ഓക്കെ, അതിന്റെ ആന്റണിം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അത് ബിഗിൻ ചെയ്യുക അല്ലെ, തുടങ്ങുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. ആദ്യത്തെ ചോദ്യം ഇതാണ്, റീഡ് ദി ഫോളോയിങ് 4 parts of a sentence and rearrange them to make a meaningful sentence. Then identify which part should come second in the sentence. അതായത് ഇവിടെ നമുക്ക് 4 പാർട്സ് കൊടുത്തിട്ടുണ്ട്. ഈ 4 പാർട്സ് നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. എന്നിട്ട് അതിലെ സെക്കൻഡ് വരുന്ന പാർട്ട് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, ടു ബി ഹ്യൂമൻ ഇസ് ടു എൻഗേജ് ആൻഡ് വിത്ത് ദി വേൾഡ്. എന്തായാലും ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യില്ലല്ലോ അല്ലെ. തുടക്കം തന്നെ വരാനുള്ള സാധ്യത കുറവാ. അതേപോലെ തന്നെ ആൻഡ് വിത്ത് ദി വേൾഡ് ഇതും വെച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാ. അപ്പൊ ഇത് രണ്ടും അല്ല എന്നുള്ളത് മനസ്സിലായി. ഇസ് ടു എൻഗേജ് ഇസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയും കുറവാ. അപ്പൊ ടു ബി ഹ്യൂമൻ എന്നുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതാണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. ടു ബി ഹ്യൂമൻ ഇസ് ടു എൻഗേജ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് ആൻഡ് വിത്ത് ദി വേൾഡ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, അതിന്റെ കൂടെ തന്നെ ആൻഡ് വിത്ത് ദി വേൾഡ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതാണ് സെക്കൻഡ് വരിക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഇസ് ടു എൻഗേജ് ആണ്. ഓക്കെ, ഏതാണ് സെക്കൻഡ് ആൻസർ ആയിട്ട് വരുന്നത്? സെക്കൻഡ് പാർട്ട് ആയിട്ട് വരുന്നത് ഏതാണ്? ഇസ് ടു എൻഗേജ് അല്ലെ. സോ ഇറ്റ്സ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഐഡന്റിഫൈ ദി പാർട്ട് ഓഫ് ദി ഗിവൺ സെന്റൻസ് വിച്ച് ഹാസ് എ ഗ്രാമാറ്റിക്കൽ എറർ ഇൻ ഇറ്റ്. അപ്പൊ ഇവിടെ നമുക്കൊരു സെന്റൻസിന്റെ 4 പാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഐ വോണ്ട് ടു റീഡ് ആൻഡ് റൈറ്റ്. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല അല്ലെ. കാരണം 2ന് ശേഷം V1 ഫോം ആണ് വന്നിട്ടുള്ളത്. റീഡ് എന്ന് പറയുന്നത് V1 ഫോമാണ്. V1 ഫോം എന്ന് പറഞ്ഞാൽ S ഒന്നും ചേർക്കാത്ത ഫോം അല്ലേ. ഓക്കെ, അപ്പൊ ഐ വോണ്ട് ടു റീഡ് ആൻഡ് റൈറ്റ് സോ ദാറ്റ് ഐ ക്യാൻ സ്റ്റോപ്പ്. അപ്പൊ ഇതിലെന്താ പറയുന്നത്? എനിക്ക് വായിക്കാനും എഴുതാനും ആഗ്രഹമുണ്ട്. സോ ദാറ്റ് ഐ ക്യാൻ സ്റ്റോപ്പ്. അപ്പൊ എനിക്ക് നിർത്താം. എന്ത് നിർത്താം? ഹാവിംഗ് ദി ഷാഡോ ഓഫ് അതേഴ്സ്. ബാക്കിയുള്ളവരുടെ ഷാഡോ ആവുന്നത് നിർത്താം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഹാവിംഗ് എന്നാണോ നമ്മൾ പറയണ്ടേ? അല്ല. എന്ത് പറയണം? ബീയിങ് എന്ന് പറയണം. ഓക്കെ, ബീയിങ് ദി ഷാഡോ ഓഫ് അതേഴ്സ്. അപ്പൊ ഹാവ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഉണ്ട്. ഐ ഹാവ് എ കാർ. എനിക്കൊരു കാർ ഉണ്ട് അല്ലെ. അപ്പൊ ഹാവിംഗ് ദി ഷാഡോ ഓഫ് അതേഴ്സ് എന്ന് പറയുന്നത് തെറ്റല്ലേ അല്ലെ. ഷാഡോ ഉണ്ട് എന്നുള്ള രീതിയിലായി മാറില്ലേ. അപ്പൊ ബീയിങ് ദി ഷാഡോ ഓഫ് അതേഴ്സ് എന്ന് വേണം വരാൻ കേട്ടോ. അപ്പൊ ഇവിടുത്തെ മിസ്റ്റേക്ക് ഏതാ? ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഷീ വുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ ഇൻ ടൈം. എന്തായിരിക്കും ഇവിടെ വരുന്നത്? ഓക്കെ, അപ്പൊ നമ്മുടെ ഇഫ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഷീ വുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ ഇൻ ടൈം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്? വുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, V3 ഫോം ഉണ്ട്. അപ്പൊ വുഡ് ഹാവ് V3 ഫോം ഉണ്ടെങ്കിൽ അപ്പുറത്ത് എന്തുണ്ടാവും? ഹാഡ് പ്ലസ് V3 അല്ലെ. ഹാഡ് പ്ലസ് V3. ഇവിടെ ഹാവ് പ്ലസ് V3 ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഹാഡ് പ്ലസ് V3.
ശരിയല്ലേ? അപ്പൊ നമുക്ക് നോക്കാം ഹാഡുള്ള ഓപ്ഷൻസ്. ഈ 2 ഓപ്ഷൻസ് ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ വെറും ഹാഡ് ആണ്. ഇവിടെ ഹാഡിന് ശേഷം എന്ത് വന്നിട്ടുണ്ട്? V3. 2 ഹാഡ് ഉണ്ട് അല്ലെ? ഈ 2 ഹാഡ് കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ ഹാഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർമാറ്റാ. രണ്ടാമത്തെ ഹാഡ് എന്ന് പറയുന്നത് V3 ഫോം ഓഫ് ദി വെർബ്. ഹാസിന്റെയും ഹാവിന്റെയും ഒക്കെ V3 ഫോം ആണ് ഹാഡ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഇറ്റ് ഇസ് ഓപ്ഷൻ D ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് കണ്ടീഷൻ വളരെ സിമ്പിൾ ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഷാൻ ആസ്ക്ഡ് ഹർ വൈ ഡിഡ്ന്റ് യു ടെൽ മീ. ദിസ് സെന്റൻസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരിക? ഒന്ന് വേഗം നോക്കിയിട്ട് പറഞ്ഞേ. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? ക്വസ്റ്റ്യൻ ആയിരിക്കോ? അല്ല അല്ലെ, സ്റ്റേറ്റ്മെന്റ് ഫോം ആയിരിക്കും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഫോമിന്റെ ഫോർമാറ്റ് എങ്ങനെയാ വരിക? ആദ്യം സബ്ജക്റ്റ് വരണം, അതിനുശേഷം വേണം ഓക്സിലറി വെർബ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതാണ് അത്രയ്ക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പൊ ആദ്യം സബ്ജക്റ്റ് വരണം, ശരിയല്ലേ? പിന്നെ ഡിഡിന്റ് യു ടെൽ മീ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ ഡിഡ് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് വരും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് വരും അല്ലെ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 വരും അല്ലെ? ഹാഡ് പ്ലസ് V3 വരും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, ഹാഡ് ഉള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ ഹാഡ് ഉണ്ട്, ഇവിടെ ഹാഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ബാക്കി 2 ഓപ്ഷൻസ് തന്നെ നമുക്ക് എടുത്ത് മാറ്റാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം സബ്ജക്റ്റ് വരണം, അതിനുശേഷമേ ഓക്സിലറി വെർബ് വരാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എയിലാണ് ആദ്യം സബ്ജക്റ്റ് വന്നിട്ടുള്ളത്, അതിനുശേഷമാണ് ഓക്സിലറി വെർബ് വന്നിട്ടുള്ളത്. കണ്ടോ, ഹാഡ് പ്ലസ് V3 ഫോം വന്നിട്ടുണ്ട്. കിട്ടിയോ? സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ എ. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാത്തെ. ദ ക്യാപ്റ്റൻ ആസ് വെൽ ആസ് ദി പ്ലേയേഴ്സ്, ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക? ആസ് വെൽ ആസ്, ടുഗെദർ വിത്ത്, ഇൻ അഡീഷൻ ടു, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ് അല്ലെ? ഫസ്റ്റ് സബ്ജക്റ്റ് ക്യാപ്റ്റൻ ആണ്. അപ്പൊ സിംഗുലർ വേണം വരാൻ. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി. കാരണം എ ആണെങ്കിലും സി ആണെങ്കിലും ഡി ആണെങ്കിലും എല്ലാം പ്ലൂറൽ വെർബാണ് അല്ലെ? അപ്പൊ നമുക്ക് വേഗം ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് ലുക്ക് ഓൺ ഹർ ഫേസ് വാസ് റിയലി ഷോക്കിംഗ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദ ഡാഷ് ലുക്ക് ഓൺ ഹർ ഫേസ് വാസ് റിയലി ഷോക്കിംഗ്. വിർലന്റ് ആണ്. വിർലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വൈരാഗ്യമുള്ള, പകയുള്ള ലുക്ക് കേട്ടോ, അതിനെയാണ് വിർലന്റ് എന്ന് പറയാം. ഓക്കെ, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ദ വിർലന്റ് ലുക്ക് ഓൺ ഹർ ഫേസ് വാസ് റിയലി ഷോക്കിംഗ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ സി, വിസിസിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ച് ആണ്. അതും കൂടെ പഠിച്ചു പോവാ കേട്ടോ. ചേഞ്ചിനെയാണ് നമ്മൾ വിസിസിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ. വിസിസിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ചേഞ്ച്. വിറാഗോ എന്ന് പറഞ്ഞാല് വുമൺ ഓഫ് മാസ്കുലൈൻ സ്ട്രെങ്ത്, അതായത് ആണുങ്ങളെ പോലെ അത്ര സ്ട്രെങ്ത് ഉള്ള ഒരു വുമണ് ആണ് നമ്മൾ പറയാ വിറാഗോ. അപ്പൊ വിറകൊക്കെ കീറാനായിട്ട് ഉള്ള സ്ട്രെങ്ത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർക്കാം അല്ലെ? ആണുങ്ങളെ പോലെ അത്രയും സ്ട്രെങ്ത് ഉണ്ടെന്നൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ, അതാണ് വിറാഗോ. അപ്പൊ പഠിച്ചല്ലോ. വിർലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പകയുള്ള എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അടുത്തത്, ഹിസ് ഡാഷ് വാസ് ദാറ്റ് ഹി വാസ് ഓൺ ബോർഡ് ദ ട്രെയിൻ അറ്റ് ദ ടൈം ഓഫ് ദി ക്രൈം. ഓക്കെ, ആ ക്രൈം നടന്ന സമയത്ത് അവൻ വേറെ എവിടെയോ ആയിരുന്നു, അതായത് ഒരു സ്ഥലത്തല്ല മറ്റൊരു സ്ഥലത്ത് എന്ന് മീനിങ് വരുന്ന വാക്ക് ഏതാ? അലിബി അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൂവിന്റെ അല്ലിയിൽ നിന്ന് ബി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും എന്നൊക്കെ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അലിബി എന്ന് പറയുമ്പോൾ അല്ലിയിൽ ബി ഇരിക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ചിട്ട് പഠിക്കുക കേട്ടോ. ഇനി ഇംപ്രോപ്റ്റു എന്ന് പറഞ്ഞാൽ എന്താ? ഇംപ്രോപ്പർ. ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും ഇംപ്രോപ്പർ. എർഗോ എന്ന് പറഞ്ഞാൽ ആയത് കൊണ്ട് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ നേരെ മറിച്ചും എന്ന മീനിങ് വരുന്ന ഒരു വാക്കാണ് വൈസ് വേഴ്സ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി. ഹി സാറ്റ് ദർ ഫോർ അവേഴ്സ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഹി സാറ്റ് ദർ ഫോർ അവേഴ്സ് ഓൺ എൻഡ്. ഓൺ എൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് അവൻ കുറെ നേരം അവിടെ ഇരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹെർ ഹെൽത്ത് ഹാസ് ഓൾവേസ് ബീൻ വെരി ഫ്രജൈൽ. പിക്ക് ഔട്ട് ദി വേർഡ് ദാറ്റ് ഇസ് സിമിലർ ഇൻ മീനിങ് ടു ദി അണ്ടർലൈൻ വേർഡ്. ഫ്രജൈലിന്റെ സിമിലർ ആയിട്ട് മീനിങ് വരുന്ന വാക്ക് ഏതാണ്? ഫീബിൾ ആണ്. ഓക്കെ, ഫീബിൾ എന്ന് പറഞ്ഞാൽ അവശനായിട്ടുള്ള, ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ ദുർബലമായിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, ഇനി ഫിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും മാറുന്ന, വേരി ചെയ്യുന്ന കേട്ടോ, വേരി ചെയ്യുന്ന, മാറ്റം വരുന്ന ഒന്നിനെയാണ്, അസ്ഥിരമായിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഫിക്കിൾ എന്ന് പറയാം. പിക്കിളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ BP വേരിയേഷൻ വരുന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ, മാറ്റം വരും എന്നൊക്കെ ഓർക്കാം. ഓക്കെ, പിന്നെ ഫെസൈൽ എന്ന് പറഞ്ഞാൽ ഇണക്കമുള്ള അല്ലെങ്കിൽ എന്താ പറയാ അനുകൂലമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഫെസൈൽ. ഇനി ഫെസാഡ് എന്ന് പറഞ്ഞാല് കെട്ടിടത്തിന്റെ മുൻവശം എന്നുള്ള മീനിങ് ഉണ്ട്. ഓക്കെ, ഫെസാഡ് എന്ന് പറഞ്ഞാൽ കെട്ടിടത്തിന്റെ മുൻവശം എന്നുള്ള ഒരു മീനിങ് ഉണ്ട്. അതുപോലെ തന്നെ മുഖഭാവം എന്നുള്ള മീനിങ് കൂടി ഉണ്ട് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഹി ഡിഡ്ന്റ് തിങ്ക് ഓഫ് ദി അൺവെൽക്കം കോൺസിക്വൻസ് ഫോർ ഹിസ് അൺവൈസ് ആക്ഷൻ. ഇവിടെ അൺവെൽക്കം കോൺസിക്വൻസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീനിങ് വരുന്ന വാക്ക് ഏതാണ്? ആൻസർ റാമിഫിക്കേഷൻ. റാമിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം വരുന്നത്? അതായത് അനന്തരഫലം എന്നുള്ളൊരു മീനിങ്, ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ ഒക്കെ അനന്തരഫലം അല്ലെങ്കിൽ കോൺസിക്വൻസ് കേട്ടോ. റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അംഗീകാരമാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? റെക്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? തിരുത്തുക അല്ലെ? റെക്ടിഫിക്കേഷൻ.
ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. ഇതിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അവർ ടീച്ചർ യൂസ് ടു ഡാഷ് മെനി ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ് വൈൽ ടീച്ചിങ് ഗ്രാമർ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? അവർ ടീച്ചർ യൂസ് ടു സൈറ്റ് ആണ്. ഇവിടെ നമ്മുടെ പല സൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ സൈറ്റ് ആണ്. സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൈറ്റ് എന്ന് പറഞ്ഞാൽ ഉദാഹരിക്കുക അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുക എന്നൊക്കെ ഒരു മീനിങ് വരുന്ന വാക്കാണ് സൈറ്റ്. CITE കേട്ടോ. അവർ ടീച്ചർ യൂസ് ടു സൈറ്റ് മെനി ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ്. ഇനി ഈ സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൈറ്റ് ആണ് അല്ലെ. ലോങ് സൈറ്റഡ്നെസ്, ഷോർട്ട് സൈറ്റഡ്നെസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇനി സൈറ്റ് എന്ന് പറഞ്ഞാൽ SITE എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം അല്ലെങ്കിൽ പ്ലോട്ട് എന്നൊക്കെ മീനിങ് വരുന്ന വാക്കാണ് സൈറ്റ്. SITE. ഓക്കെ, ആ ഒരു പ്ലോട്ടിൽ നമുക്ക് ഇരിക്കാം, സിറ്റ് എന്നൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ സിറ്റ് കൂടിയിട്ടുള്ള സൈറ്റ് ആണ് നമ്മുടെ സ്ഥലം അല്ലെങ്കിൽ പ്ലോട്ട് എന്ന് മീനിങ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇമോഷണൽ സ്ട്രെസ് ഇസ് വൺ ഓഫ് ദി റീസൺസ് ഫോർ ഡാഷ് ദ ക്രൈം ഓഫ് കില്ലിംഗ് എ ന്യൂ ബോൺ ചൈൽഡ്. അതിനെന്താ പറയാ? ജനിച്ചു വീഴുന്ന ഒരു കുട്ടീനെ കൊല്ലുന്നതിന് നമ്മൾ പറയുന്നത് എന്താണ്? ഇൻഫെന്റിസൈഡ്. എന്താണ്? ഇൻഫെന്റിസൈഡ്. ഇൻഫെന്റിനെ കൊല്ലുക അല്ലെങ്കിൽ ജനിച്ചു വീഴുന്ന കുട്ടീനെ കൊല്ലുന്നതിനെയാണ് ഇൻഫെന്റിസൈഡ് എന്ന് പറയുന്നത്. ജെനോസൈഡ് എന്ന് പറയുന്ന ഒരു ജീനിനെ കൊല്ലുക. സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കില്ലിംഗ് ആണ് അല്ലെ, സൂയിസൈഡ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ജെനോസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ജീനിനെ കൊല്ലുകയാണ്. ഫിലിസൈഡ് എന്ന് പറഞ്ഞാൽ സ്വന്തം കുട്ടികളെ കൊല്ലുന്നതിനെയാണ് ഫിലിസൈഡ് എന്ന് പറയാം. ഇനി മെട്രിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാതാവിനെ കൊല്ലുക അല്ലെ. മെറ്റേണൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ മാതാവിനെ കൊല്ലുന്നതിനാണ് മെട്രിസൈഡ് എന്ന് പറയാം. സോ ഇവിടുത്തെ ആൻസർ ഇട്ട് ഓപ്ഷൻ എ, ഇൻഫെന്റിസൈഡ്. വാട്ട് ആർ ദി ഡാഷ് ടു ബിക്കം എ കോളേജ് പ്രിൻസിപ്പൽ? എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇവിടെ പ്ലൂറൽ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ. ഇവിടെ ആറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ പ്ലൂറൽ ആയിട്ട് വരുന്നത് ഏതാ? ക്രൈറ്റീരിയ ആണ് കേട്ടോ. ക്രൈറ്റീരിയ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ, ക്രൈറ്റീരിയ. ഇനി അടുത്ത ചോദ്യം. മീരാസ് പാരന്റ്സ് ഹെൽപ് ഹെർ ടു ഡു ഹോംവർക്ക്. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്? വളരെ സിമ്പിൾ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ഭാഗം പോസിറ്റീവ് ആണ്, അപ്പൊ ഇവിടെ നെഗറ്റീവ് ആയിട്ട് വരണം. ഹെൽപ്ഡ് ഉണ്ട്, ED ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് കൂട്ടി പറയണം അല്ലെ. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഡിഡിന്റെ ആണ് വരിക. അപ്പൊ ഈ രണ്ട് സ്ഥലത്തും ഉണ്ട്. പിന്നെ മീരാസ് പാരന്റ്സ് ആയതുകൊണ്ട് തന്നെ ദേ വരണം അല്ലെ. സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ സി, ഡിഡിന്റെ ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അരുൺ ഡാഷ് ഹിസ് ഗ്രാൻഡ് പാരന്റ്സ് ലാസ്റ്റ് വീക്ക്. എന്തായിരിക്കും ആൻസർ വരിക? അരുൺ കോൾഡ് ഓൺ അല്ലെ. കോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? വിസിറ്റ് എ പേഴ്സൺ ആണ്. ഗ്രാൻഡ് പാരന്റ്സിനെയാണ് വിസിറ്റ് ചെയ്തത് അല്ലെ. അപ്പൊ വിസിറ്റ് എ പേഴ്സൺ ആണെങ്കിൽ കോൾഡ് ഓൺ. ഞാൻ പറഞ്ഞിരുന്നു ഒരാൾ വിസിറ്റ് ചെയ്യാൻ പോണ സമയത്ത് നമ്മൾ കോളിംഗ് ബെൽ ഓൺ ചെയ്യും എന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ കോൾഡ് ഓൺ. കോൾഡ് അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് ആണ്. കോൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഷൗട്ട് ഫോർ ഹെൽപ്പ് ആണ് കോൾഡ് ഔട്ട്. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസൽ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് കോൾ ഓഫ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വൈൽ ഐ വാസ് ഗോയിങ് ടു ദി മാർക്കറ്റ് ഐ ഡാഷ് മൈ ഫ്രണ്ട്. ആൻസർ വൈൽ ഐ വാസ് ഗോയിങ് ടു ദി മാർക്കറ്റ് ഐ മെറ്റ് മൈ ഫ്രണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു കാര്യം ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയും. ഇന്ററപ്റ്റ് ചെയ്തിട്ടുള്ള ചെറിയ കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയും. ഓക്കെ, അപ്പൊ മീറ്റിന്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് മെറ്റ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം. ഐഡന്റിഫൈ ദി കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദി ഗിവൺ സെന്റൻസ്. ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ്. ഷീ ഈസ് ടീച്ചിങ് ING ഉണ്ട്. പാസീവ് ആണ്. പാസീവ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആക്റ്റീവിനെ പാസീവ് ആക്കുമ്പോൾ ടെൻസ് മാറാൻ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ ING ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ആൻസറിൽ ബീയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടാവും. നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. സോ ഒന്നല്ലെങ്കിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, പൊളിറ്റിക്സ് ഇതിനൊക്കെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അല്ലെ. അതിനുശേഷം നമ്മൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക. സോ നമ്മുടെ ആൻസർ എസ് ആണ്. മാത്തമാറ്റിക്സ് ഇസ് ബീയിങ് ടോട്ട് ബൈ ഹെർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് എറർ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഇനി എറർ ഇല്ലെങ്കിൽ നോ എറർ എന്നുള്ള ആൻസർ പറയാം. നോ സൂണർ ഹാഡ് ഹിസ് ഫാദർ കം ഹോം ദെൻ ഹി സ്റ്റാർട്ടഡ് റീഡിങ്. നമുക്കറിയാം നോ സൂണറിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നോ സൂണറിന്റെ കൂടെ യൂസ് ചെയ്യുന്ന കൊറിലേറ്റീവ് കൺജങ്ഷൻ ദെൻ അല്ല ദാൻ ആണ് വരിക അല്ലെ. നോ സൂണർ ദാൻ എന്നാണ് വരിക. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിട്ട് ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നമുക്കൊരു സെന്റൻസിന്റെ 4 പോർഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ ഒരു പ്രോപ്പർ സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ ഇതായിരിക്കും അല്ലെ. കാരണം തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഫസ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ. പിന്നെ അവർ ആൻസെസ്റ്റേഴ്സ് ഹാഡ് ടു സേവ് ആൻഡ് സ്റ്റോർ. കുറെ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിന് മുമ്പ് നമ്മുടെ ആൻസെസ്റ്റേഴ്സിന് സേവ് ചെയ്യേണ്ടതായിട്ട് വരികയാണ് അല്ലെ. ഹാഡ് ടു സേവ് ആൻഡ് സ്റ്റോർ വാട്ട് എവർ ദേ കുഡ് സേവ്. അവർക്ക് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റും അത്രത്തോളം അവർ സേവ് ചെയ്തു. കാരണം എന്താ? ബിക്കോസ് ദേ ഹാഡ് സോ ലിറ്റിൽ. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഫസ്റ്റ്, പിന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അല്ലെ. അപ്പോൾ ക്യൂ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലായി. അപ്പൊ തന്നെ നമുക്ക് ഈ 2 ഓപ്ഷൻസ് എടുക്കാം അല്ലെ. ബാക്കി 2 പോയി. പിന്നെ QR അല്ലെ. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇറ്റ് ഇസ് ഓപ്ഷൻ എ.
ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ ഇഡിയം റെഡ് ലെറ്റർ ഡേ മീൻസ്. റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? ഹാപ്പി ഡേ അല്ലെങ്കിൽ അൺഫോർഗറ്റബിൾ ഡേ. നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ദിവസത്തെയാണ് നമ്മൾ റെഡ് ലെറ്റർ ഡേ എന്ന് പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഓപ്പൺ ദ വിൻഡോ. ഓപ്പൺ ദ വിൻഡോന്റെ പാസീവ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോ ഈ ഓപ്പൺ ദ വിൻഡോ എന്ന് പറയുമ്പോണ്ടല്ലോ, ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്രിയയാണ് അല്ലെ, ഒരു വെർബാണ്. അപ്പൊ ഒരു വെർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിനെയാണ് നമ്മൾ ഇംപെരേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. എന്താ പറയാ? ഇംപെരേറ്റീവ് സെന്റൻസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇംപെരേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. എന്താ? ലെറ്റ് ചേർക്കണം, ബി ചേർക്കണം, പ്ലസ് V3 ഫോം ഓഫ് ദി വെർബും ചേർക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ദ വിൻഡോ. അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺഡ്. കിട്ടിയോ? ലെറ്റ് ഉണ്ട്, ബി ഉണ്ട്, V3 ഫോമും ഉണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള സെന്റൻസുകൾ, ഇംപെരേറ്റീവ് സെന്റൻസുകൾ വരുമ്പോൾ ലെറ്റും ബിയും V3 ഫോമും ഉണ്ടാവും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ദി പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. എവ്രി വൺ ഇസ് എക്സൈറ്റഡ്. എവ്രി വൺ ഇസ് എക്സൈറ്റഡ്. അപ്പൊ ഇസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓക്സിലറി വെർബിനെ നമുക്ക് കിട്ടി അല്ലെ. അപ്പോ ഈ ഒരു ഭാഗം പോസിറ്റീവ് ആണ്, അപ്പൊ ഈ ഒരു ഭാഗം നെഗറ്റീവ് ആവണം. അപ്പൊ ഇസിന് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഒരു നോട്ടും കൂടെ ചേർക്കും അല്ലെ. അപ്പൊ ഇസിന്റ് എന്ന് പറഞ്ഞു വരും. ഇനി എവ്രി വൺ ഒക്കെ വരുമ്പോ നമ്മൾ സാധാരണ കൊടുക്കേണ്ടത് ദേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോനൗൺ ആണ്. ഓക്കെ, അപ്പൊ ഇസിന്റ് ദേ എന്ന് നമ്മൾ കൊടുക്കുവോ? ഇല്ല അല്ലെ. കാരണം ദേ എന്ന് പറഞ്ഞാൽ പ്ലൂറലാ. ഇവിടെ എന്തായാലും നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം നമ്മുടെ സബ്ജക്ട് എവ്രി വൺ ആണ്, എന്തായാലും ദേ വരുള്ളൂ. അപ്പൊ ഇസിന്റ് പറയാൻ പറ്റില്ല. പകരം എന്ത് പറയണം? ആറിന്റ് എന്ന് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ ഇതേപോലെ എഴുതിയതിനു ശേഷം ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇത് തമ്മിൽ പറയാൻ പറ്റുമോ എന്നൊക്കെ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ആൻസർ. ആൻ LD ക്ലർക്ക് ആണോ, എ അംബർല ആണോ, എ MLA ആണോ, ആൻ യു ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ആൻ LD ക്ലർക്ക് അല്ലെ. അപ്പോ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കി, എല്ല് കണ്ടിട്ട് എങ്ങനെയാ ആൻ വന്നേ എന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? LD എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ എങ്ങനെയാ എൽ അല്ലെ, എൽ ആണ്. അപ്പൊ എ എന്നുള്ള സൗണ്ട് ആണ് അവിടെ വരുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് സൗണ്ട് ആണ് നോക്കേണ്ടത് കേട്ടോ. അല്ലാണ്ട് എല്ലും യുവും കണ്ടിട്ടൊന്നും അല്ല നമ്മൾ എ ആണോ ആൻ ആണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇത് ശരിയാണ്. എ എന്നുള്ള പ്രൊനൗൺസിയേഷൻ വരികയാണെങ്കിൽ തന്നെ നമുക്ക് ആൻ യൂസ് ചെയ്യാം. ഇവിടെ എ അംബർല ആണോ? അല്ല അല്ലെ, ആൻ അംബർല ആണ് വരണ്ടേ. എ MLA ആണോ? ഇവിടെയും ഈ പറഞ്ഞ പോലെ എ തന്നെയാണ് വരുന്നത് അല്ലെ. ആൻ MLA എന്ന് വരണമായിരുന്നു. പിന്നെ ഇവിടെ EWE കൊടുത്തിട്ടുണ്ട്. EWE അതിനെങ്ങനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക? യു എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. യു ആണ്. അപ്പൊ യാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആയതുകൊണ്ട് തന്നെ ആൻ അല്ല വരിക, എ ആണ് വരിക. ഓക്കെ, ഇനി യു എന്ന് പറഞ്ഞാൽ പെണ്ണാടിനെയാണ് നമ്മൾ യു എന്ന് പറയാ കേട്ടോ. കിട്ടിയല്ലോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. നോ സൂണർ ഹാഡ് ഹി റിട്ടൺ ഹിസ് ഫസ്റ്റ് നോവൽ ഡാഷ് ഹി സ്റ്റാർട്ടഡ് ദി നെക്സ്റ്റ്. അപ്പൊ ഇത് നമ്മുടെ കോറിലേറ്റീവ് കൺജങ്ഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നോ സൂണർ ഉണ്ടെങ്കിൽ നോ സൂണറിന്റെ കൂടെ വരുന്ന ആൾ ആരാ? നോ സൂണർ ദാൻ ആണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാനില്ല. നോ സൂണർ ദാന്. പിന്നെ ഇത് ഹാർഡ്ലി വെൻ പറയും. ഹോംവർക്ക് എന്നൊക്കെ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹാർഡ്ലി വെൻ, സ്കെയർസ്ലി വെൻ, നോ സൂണർ ദാൻ അല്ലെ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, അങ്ങനെയൊക്കെ കേട്ടോ. ഇനി ചേഞ്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച്. ദ മാസ്റ്റർ സെഡ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദ മാസ്റ്റർ സെഡ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നമ്മുടെ ആൻസർ ഇവിടെ എന്തായാലും റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇങ്ങനെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ സാധാരണ ഈ ഒരു ഭാഗത്ത് ടെൻസ് മാറ്റാറുണ്ട് അല്ലെ. പക്ഷെ ഈ കേസിൽ നമ്മൾ ടെൻസ് മാറ്റുന്നില്ല. എന്താ റീസൺ? എന്താ കാരണം? ഈ കൊടുത്തിട്ടുള്ളത് പ്രോവർബ് ആണ്. അപ്പൊ ഇതേപോലെ പ്രോവർബ്, ട്രൂത്ത്, ഫാക്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സെയിം ടെൻസിൽ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നുള്ളത് എങ്ങനെ പറയും? ദ മാസ്റ്റർ സെഡ് ദാറ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അല്ലാണ്ട് ബിഗാൻ അല്ല ആൻസർ ആയിട്ട് വരുന്നത്, ബിഗിൻസ് ആണ്. കാരണം അത് പ്രോവർബ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. യൂസ് എ സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ. ദ മിനിസ്റ്റർ കെയിം ഡാഷ് എ ഹെലികോപ്റ്റർ. എന്തായിരിക്കും ആൻസർ വരിക? ദ മിനിസ്റ്റർ കെയിം ഇൻ എ ഹെലികോപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓൺ ആൻ എയ്റോപ്ലെയിൻ എന്ന് പറയാം. ഓൺ ആൻ എയ്റോപ്ലെയിൻ എന്ന് പറയാം. പക്ഷെ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ചെറുതാണ്. അതിനകത്തുള്ള സ്പേസ് കുറച്ചും കൂടെ ചെറുതാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇൻ ആണ്. എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിന് മുമ്പിലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബൈ ആണ്. ബൈ കാർ അല്ലെ, ബൈ ഓട്ടോ എന്നാണ് നമ്മൾ പറയാ. പക്ഷെ ഓൺ എ കാർ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻ ആൻ ഓട്ടോ എന്ന് പറയും കേട്ടോ. ഇനി അടുത്തത് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ടൈപ്പ് ഓഫ് സെന്റൻസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി. സീനറി ആണ് അല്ലെ. കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ ഉണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഇംപറേറ്റീവ് സെന്റൻസ് അറിയാലോ, ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ് അല്ലെങ്കിൽ ഒരു വെർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ്. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ അല്ലെ. അസേർട്ടീവ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്സ് വിത്ത് സബ്ജക്ട് എൻഡ്സ് വിത്ത് ഫുൾ സ്റ്റോപ്പ്. അടുത്തത് ഫേർണിച്ചർ ഇൻ ദിസ് റൂം ഡാഷ് ഗുഡ്. എന്തായിരിക്കും ആൻസർ വരിക? ഫേർണിച്ചർ ഇൻ ദിസ് റൂം ഇസ് ഗുഡ്. ഫേർണിച്ചറിനെ അല്ലെങ്കിൽ ബഗേജ്, ലഗേജ് ഇതിനെയൊക്കെ നമ്മൾ അൺകൗണ്ടബിൾ നൗൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അൺകൗണ്ടബിൾ നൗണിന് ശേഷം നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഡാഷ് ടു പ്ലേ ഫുട്ബോൾ വെൻ ഐ വാസ് ഇൻ UK. ഞാൻ UK ആയിരുന്ന സമയത്ത് ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു അല്ലെ എന്ന് പറയുന്ന വേർഡ് ഏതാ? ഐ യൂസ് ടു പ്ലേ, ഐ യൂസ് ടു ഡാൻസ് എന്നൊക്കെ പറയില്ലേ, ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ്ഡ് ആണ് ആൻസർ ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഐ ഡിസ്ലൈക്ക് ഡാഷ് വാച്ച് TV. ഈ ലൈക്ക് ഡിസ്ലൈക്കിനൊക്കെ ശേഷം നമ്മൾ ING ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യും. ഓക്കെ, ഐ ഡിസ്ലൈക്ക് വാച്ചിങ് TV. നമ്മുടെ ആൻസർ ഇട്ടേഴ്സ് ഓപ്ഷൻ ബി. അപ്പൊ ഇതായിരുന്നു നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, മാർക്ക് കുറവാണെന്നും പറഞ്ഞിട്ട് വിഷമിക്കേണ്ട, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നമ്മൾ വിഷമിക്കുന്നേക്കാളും കൂടുതൽ നമുക്ക് ആ ഒരു എനർജി കിട്ടണം. നമുക്ക് അത് ഇനിയും ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നമുക്കത് ചെയ്ത് റെഡി ആക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യാൻ. ഇനി നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡോണ്ട് ലുക്ക് ഡൗൺ ഡാഷ് ദി പുവർ. എന്തായിരിക്കും ആൻസർ വരിക? ഡോണ്ട് ലുക്ക് ഡൗൺ അപ്പോൺ ദി പുവർ അല്ലെ. ലുക്ക് ഡൗൺ അപ്പോൺ എന്നാണ് പറയാ കേട്ടോ. ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറഞ്ഞാൽ പുച്ഛിച്ച് നോക്കുക അല്ലെങ്കിൽ വില കൊടുക്കാണ്ട് നോക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ലുക്ക് ഡൗൺ അപ്പോൺ കേട്ടോ. ഇനി അടുത്തത്, ദിസ് ഇസ് ഡാഷ് മൗണ്ടൻ ഇൻ ദി ഏരിയ. ആർ യു ഷുവർ യു ക്യാൻ ക്ലൈംബ് ഇറ്റ്. ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഏരിയയിൽ വെച്ചിട്ടുള്ള ഒരു മൗണ്ടനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? ദിസ് ഇസ് ദ സ്റ്റീപ്പസ്റ്റ് മൗണ്ടൻ ഇൻ ദി ഏരിയ. നമ്മൾ പറയില്ലേ, ഷീ ഈസ് ദ ബെസ്റ്റ് സ്റ്റുഡന്റ് ഇൻ ദി ക്ലാസ്. ആ ക്ലാസ്സിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് യൂസ് ചെയ്യുക. അപ്പൊ അതിന് മുമ്പിൽ നമ്മൾ ദ ചേർക്കും അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് ദ സ്റ്റീപ്പസ്റ്റ് എന്നുള്ള ആൻസർ വരാനുള്ള റീസൺ. ഇനി അടുത്തത്, നൈദർ മൈ ഫ്രണ്ട്സ് നോർ ദ ബുക്ക് സ്റ്റോർ ഡാഷ് ബുക്ക് ഐ നീഡ്. നൈദർ മൈ ഫ്രണ്ട്സ് നോർ ദി ബുക്ക് സ്റ്റോർ. നൈദർ നോർ വരുമ്പോ നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കണം അല്ലെ. സെക്കൻഡ് സബ്ജക്ട് എന്താ? ബുക്ക് സ്റ്റോർ ആണ്. അപ്പൊ നൈദർ മൈ ഫ്രണ്ട്സ് നോർ ദി ബുക്ക് സ്റ്റോർ ഹാസ് ദി ബുക്ക് ഐ നീഡ്. അപ്പൊ നൈദർ എന്ന് പറയുമ്പോൾ തന്നെ നെഗറ്റീവ് ആണ്, പിന്നെ നമ്മളൊരു നോട്ട് ചേർത്തിട്ട് പറയേണ്ട കാര്യമില്ല കേട്ടോ. അതാണ് ആൻസർ. ഓപ്ഷൻ സി വരാനുള്ള റീസൺ ഹാസ് ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ ബട്ട് ഹി റിഫ്യൂസ്ഡ് ഡാഷ് ആൻഡ് വെന്റ് ഓൺ ഡാഷ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം എല്ലാവരും നോട്ട് ചെയ്തേക്കുക. ഈ പ്രപ്പോസിഷന് ശേഷം നമ്മൾ സാധാരണ ING ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യാറ് കേട്ടോ. പ്രപ്പോസിഷന് ശേഷം നമ്മൾ സാധാരണ ING ഫോം ആണ് യൂസ് ചെയ്യാറ്. അപ്പോ ഒന്നല്ലെങ്കിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓൺ ഉണ്ട്, പിന്നെയും ഒരു ഫോർ വരേണ്ട കാര്യമില്ല അല്ലെ. ഇതും ഒരു പ്രപ്പോസിഷൻ അല്ലേ. അപ്പൊ ആൻസർ എന്തായിട്ട് ഓപ്ഷൻ എ ആണ്. ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ ബട്ട് ഹി റിഫ്യൂസ് ടു ലിസൺ ആൻഡ് വെന്റ് ഓൺ ഗ്രംബ്ലിംഗ്. ഒരു കാര്യം കൂടെ എല്ലാവരും നോട്ട് ചെയ്തേക്കുക. റിഫ്യൂസിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? 2+V1 ആണ് യൂസ് ചെയ്യുക കേട്ടോ. ഇത് നോട്ട് ചെയ്തേക്കണേ. അടുത്തത്, ദേ ഷോഡ് ഹെർ ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ്. പാസീവ് ഫോം ഓഫ് ദി സെന്റൻസസ്. ദേ ഷോഡ് ഹെർ ആണ്, അവളെയാണ് കാണിച്ചത് അല്ലേ. ഓക്കെ, ദേ ഷോഡ് ഹെർ ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ്. ഇതിനെ പാസീവ് ആക്കണം. പാസീവ് ആക്കുമ്പോ എങ്ങനെയാ പറയാ? ഇതിന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരാം. അപ്പൊ ഷീ ആയിരിക്കും സ്റ്റാർട്ടിംഗ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോ അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആൻസറിലേക്ക് വരാം അല്ലെ. പിന്നെ ഷോഡ് ഉണ്ട്, പാസ്റ്റ് ആണ്, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ആൻസറിൽ വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടാവും. അപ്പൊ ഇവിടെ വാസ് ഉണ്ട്, ഇവിടെ വാസ് ഉണ്ട്, ഇവിടെയും വാസ് ഉണ്ട്. ഓപ്ഷൻ സി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, പിന്നെ ദേ ഷോഡ് ഹെർ ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ് ആണ്. നമുക്ക് ഓപ്ഷൻ ബി വായിക്കുമ്പോൾ ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ് വാസ് ഷോഡ് ബൈ ദെം. അപ്പൊ ഇവിടെ അവളെ കുറിച്ചൊന്നും പറഞ്ഞില്ല, ഹെറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും അത് പറ്റില്ല. അതേപോലെ തന്നെ ഇറ്റ് വാസ് ഷോൺ ബൈ ദെം ദ ഈസിയസ്റ്റ് വേ, അതും ഇല്ല അല്ലെ. ഹെറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. കാരണം ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ വാസ് ഉണ്ട്, പിന്നെ ഞാൻ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. ഇനി അടുത്തത്, എ ഡാഷ് ഓഫ് സെയിലേഴ്സ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അല്ലെ. എന്താണ് ആൻസർ ആയിട്ട് വരിക? ക്രൂ ഓഫ് സെയിലേഴ്സ് ആണ്. കൊയർ നമ്മൾ കൊയർ ഓഫ് സിംഗേഴ്സ് പറയാറുണ്ട്, ഗ്യാങ് ഓഫ് പ്രിസണേഴ്സ് പറയാറുണ്ട് അല്ലെ. യെസ്. അടുത്ത ചോദ്യം, ഹെർ അയൺ വിൽ ആൻഡ് ഡാഷ് കമ്മിറ്റ്മെന്റ് പുട്ട് ഹെർ ഓൺ ദി ടോപ്പ്. അപ്പോ ഹെർ അയൺ വിൽ, അതായത് നല്ല ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു മനഃശക്തി എന്നൊക്കെ നമ്മൾ പറയില്ല, മൈൻഡ്. ആൻഡ് ഡാഷ് കമ്മിറ്റ്മെന്റ് പുട്ട് ഹെർ ഓൺ ദി ടോപ്പ്. ആൻസർ
അൺഫ്ലിഞ്ചിങ് ആണ്. അൺഫ്ലിഞ്ചിങ് എന്ന് പറഞ്ഞാൽ വ്യതിചലിക്കാത്ത, കേട്ടോ, വ്യതിചലിക്കാത്ത അത്രയും ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്. ഡോസൈൽ എന്ന് പറഞ്ഞാൽ ഈസിലി ഇൻഫ്ലുവൻസിങ്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈസിലി ഇൻഫ്ലുവൻസിങ് അല്ലെ, ഒരു ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഇൻഫ്ലുവൻസിങ് ആയിട്ടൊക്കെ വരും എന്നൊക്കെ ഓർക്കും. ഡോസൈൽ, ഈസിലി ഇൻഫ്ലുവൻസിങ്. നേവറി എന്ന് പറഞ്ഞാലോ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ചാണല്ലോ നേവ് എന്ന് പറഞ്ഞിട്ട്, അല്ലെ, എന്താ പറയാ, ചീറ്റ് ചെയ്യുക, നാവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു, കള്ളത്തരം പറയുക, ചീറ്റ് ചെയ്യുക, വഞ്ചന, അതാണ് നേവറി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ റെസല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്ത്? റെസല്യൂട്ട് എന്ന് പറഞ്ഞാൽ പതറുന്ന, അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. അൺഫ്ലിഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? പതറാത്ത, അല്ലെ, വളരെ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള. ഇത് പതറുന്ന, കേട്ടോ, ഇറസല്യൂട്ട്. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. ഇഫ് യു ആർ അണ്ടർ എ ക്ലൗഡ് ഇറ്റ് മീൻസ് ദാറ്റ്. ഇഫ് യു ആർ അണ്ടർ എ ക്ലൗഡ്, അണ്ടർ എ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യു ആർ ഇൻ ട്രബിൾ ആണ്, അല്ലെ. അണ്ടർ ദി ക്ലൗഡ്, വേണമെങ്കിൽ മഴയൊക്കെ പെയ്യാം, ആകെ ഇങ്ങനെ ക്ലൗഡ്സ് ആയിട്ടൊക്കെ നിൽക്കുകയാണ്, അപ്പൊ വേണമെങ്കിൽ മഴയൊക്കെ പെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം. അണ്ടർ എ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എന്താ? യു ആർ ഇൻ ട്രബിൾ. ഇനി എക്സ്പാൻഷൻ ഓഫ് NCLT, ഒരിടയ്ക്ക് PSC ഇങ്ങനെ ഇതേപോലുള്ള എക്സ്പാൻഷൻ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എക്സ്പാൻഷൻ ഓഫ് NCLT, ഇതിന്റെ എക്സ്പാൻഷൻ എന്താ? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആണ്. ഇറ്റ്സ് ഓപ്ഷൻ ബി. അപ്പൊ വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ പറയില്ലേ, യുണിസെഫ്, യുനെസ്കോ, അങ്ങനെയുള്ള നമ്മുടെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളതും അങ്ങനെയുള്ള കുറച്ച് എക്സ്പാൻഷൻസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആണ്. ഓക്കെ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഡെർത്ത് കൊടുത്തിട്ടുണ്ട്, ക്യാമ്പയിൻ കൊടുത്തിട്ടുണ്ട്, ക്രൂസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ സ്കഫിൾ കൊടുത്തിട്ടുണ്ട്. സ്കഫിളിന്റെ സ്പെല്ലിംഗ് എന്താ വരിക? സ്കഫിളിന്റെ സ്പെല്ലിംഗ് ദാറ്റ് ഇസ് SCUFFLE ആണ്. സ്കഫിൾ എന്ന് പറഞ്ഞാല് അടി പിടിക്കുക, ലഹള കൂട്ടുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഷഫിൾ ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓർക്കാം, നമ്മുടെ ക്ലാസ്സിൽ ഷഫിൾ ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ തല്ല് പിടിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. സ്കഫിൾ എന്ന് പറഞ്ഞാൽ തല്ല് പിടിക്കുക എന്നുള്ളൊരു മീനിങ്. അതിന്റെ സ്പെല്ലിംഗ് നോക്കുക, 2 F ഉണ്ട്. ഇനി ട്രൂസ്, ട്രൂസ് എന്ന് പറഞ്ഞാൽ എന്താ? തൽക്കാല ശമനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ട്രൂസ്. അതിന്റെ സ്പെല്ലിങ്ങിൽ TRUCE ആണ്, ട്രൂസ്. ഓക്കെ. ഡെർത്ത്, ഡെർത്തിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. ഡെർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചതാണല്ലേ, എന്താ? സ്കെയർസിറ്റി. നമ്മുടെ എർത്തിൽ കുറെ ഷോർട്ടേജ് ഉണ്ട് അല്ലെങ്കിൽ സ്കെയർസിറ്റി ഉണ്ടെന്നൊക്കെ ഞാൻ കണക്ട് ചെയ്ത് പഠിപ്പിച്ചിരുന്നതാണ്. ഇനി ക്യാമ്പയിന്റെ സ്പെല്ലിംഗ് എന്താ? CAMPAIGN അല്ലെ, ക്യാമ്പയിൻ. ക്യാമ്പയിൻ ആണ് കേട്ടോ. ഇവിടെ G ഉണ്ട്, ജിയുടെ പ്രൊനൗൺസിയേഷൻ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്, അതാണ് ഇങ്ങനെ തോന്നുന്നത് കേട്ടോ. പറയുമ്പോൾ നമ്മൾ ക്യാമ്പയിൻ തന്നെയാണ് പറയുക. G ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ.